എല്ലാ സഹോദരി സഹോദരന്മാർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാൻ ഷൈബു. എൻ്റെ വേദമണി മുത്തെന്ന യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്ന ഒരു പ്രേക്ഷകയുടെ ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് അതിലേക്ക് കിടക്കാം. ഹലോ സാർ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ബാധ ഒഴിപ്പിക്കുന്നതിനെ പറ്റി സംസാരിച്ചല്ലോ. അപ്പോൾ താങ്കൾക്ക് എന്തെങ്കിലും ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ? അത് നെഗറ്റീവായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഒരനുഭവം ഷെയർ ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഒരനുഭവമല്ല, ഒരുപാട് അനുഭവങ്ങൾ. ഇപ്പം എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് ഞാൻ പറയാം. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്നെപ്പോലെ തന്നെ മാന്ത്രികം ചെയ്യുന്ന ഒരാൾ, നമ്മുടെ ജ്യേഷ്ഠ തുല്യ സ്ഥാനത്തുള്ള ഒരാൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ദിവസം രാവിലെ എന്നെ വിളിക്കുകയാണ്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഷൈബു ഇവിടം വരെ ഒന്ന് വരണം. ഞാൻ ചോദിച്ചു എന്താ ചേട്ടായി? അപ്പം എന്നോട് പറഞ്ഞു, ഇന്ന പോലെ നമുക്കൊരു ഒരു കുട്ടിയെ കൊണ്ട് വരുന്നുണ്ട്, നമുക്കതൊന്ന് തീർക്കണം, അതിന് വേണ്ടി ഇവിടം വരെ ഒന്ന് വരണം എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വീട് ഏറ്റുമാനാണ്, ഞാൻ ഏറ്റുമാനാണ് താമസിക്കുന്നത്. അപ്പം വൈക്കത്ത് നിന്നാണ് എന്നെ വിളിക്കുന്നത്. ഞാനിത് കേട്ടു. ഓക്കെ, ഞാൻ വരാമെന്ന് പറഞ്ഞു. ഞാനൊരു ഉച്ചയായപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് ഒരു വൈകുന്നേരത്തോടു കൂടി ഇവർ വന്നു. അവർ കൂത്താട്ടകുളത്തുള്ളവരാണ്. അവരവിടെ വന്നു. അവർ വന്നത് ഒരു കമാൻഡർ ജീപ്പിലാണ്. കമാൻഡർ ജീപ്പ് എന്ന് പറയുന്നത് 10-15 പേര് കൊള്ളും മൊത്തത്തിൽ. അപ്പം ഒരു പെൺകുട്ടിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു 10-24 വയസ്സുള്ളൊരു പെൺകുട്ടിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം വന്നത് ആ പെൺകുട്ടിയുടെ ഭർത്താവിൻ്റെ അപ്പനും അമ്മയും, ആ പെൺകുട്ടിയുടെ അപ്പനും അമ്മയും, ചിറ്റപ്പന്മാർ, ആൻറ്റിമാർ, അങ്ങനെ ഒരു 10-15 പേര് ഉണ്ട്. അവർ 10-15 പേര് കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ വൈക്കത്ത് ഈ നമ്മുടെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ അവിടെ ഇതുപോലെ തന്നെ ഒരു ശകലം വഴി വരെ വണ്ടി വരത്തുള്ളൂ. വഴിയിൽ നിന്നൊരു ശകലം നടന്നു പോകണം. അപ്പോൾ ആ വണ്ടി വരുന്നിടത്ത് വന്നിട്ട് വണ്ടിയിൽ നിന്ന് ഈ കുട്ടി ഇറങ്ങാതെ നിൽക്കുകയാണ്. അപ്പം അങ്ങനെ അവരെല്ലാവരും കൂടി എടുത്തോണ്ട് വന്നെന്ന് പറഞ്ഞാൽ ഈ 10-15 പേര് കൂടി പിടിച്ചിട്ട്, ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം കൂടി പിടിച്ചിട്ടും അവരെ എല്ലാവരെയും ചവിട്ടുകയും തൊഴിക്കുകയും കാർപ്പിച്ച് തുപ്പുകയും തെറി പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാലും അവരൊരു വിധത്തിൽ വലിച്ചഴച്ച് അവിടം വരെ കൊണ്ടുവന്നു. വീട് വരെ വന്നിട്ട് ഞങ്ങൾ അവിടെ വെച്ചല്ല ബാധ പിടിക്കുന്നത്, ഞങ്ങൾ മറ്റൊരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ടാണ് ബാധ പിടിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഞാനൊരു പരികർമ്മിയെ പോലെയാണ് അവിടെ ചെന്നിരിക്കുന്നത്. കാരണം അദ്ദേഹം അത്യാവശ്യം നല്ല സേവാബലമുള്ള ആളാണ്, അത്യാവശ്യം ഗ്രാഹ്യമുള്ള ആളാണ്. അദ്ദേഹമാണ് പിടിക്കുന്നത്. ഞാനൊരു പരികർമ്മി എന്നുള്ള രീതിയിലാണ് ഞാൻ അവിടെ ചെന്നിരിക്കുന്നത്. അപ്പം ഞാൻ അവിടെ ചെന്ന് ഈ കുട്ടിയെ അവിടെ കൊണ്ടുവന്നു. അത്യാവശ്യം നമ്മളിപ്പം ഫസ്റ്റ് എയ്ഡ് എന്നൊക്കെ പറയുമല്ലോ, എന്ന് പറയുന്നത് നമുക്കൊരു ആക്സിഡൻറ്റ് പറ്റിയ ഫസ്റ്റ് എയ്ഡ് എന്നൊക്കെ എന്ന് പറയുന്നത് ഫസ്റ്റ് എയ്ഡൊക്കെ നമ്മൾ അവിടെ ചെയ്ത് നമ്മൾ ഇച്ചിരി നോർമലാക്കി. ആൾ വല്ലാണ്ട് വയലൻ്റ് ആയിരുന്നു. ഇച്ചിരി നോർമലാക്കി നമ്മൾ വീണ്ടും നമ്മൾ ആ സേവാസ്ഥാനത്തേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പം അവിടെ കൊണ്ടുപോകുന്ന വഴിക്ക് ഞങ്ങൾ തലയോലപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് പൂജാ സാധനങ്ങളൊക്കെ വാങ്ങിയ കൂട്ടത്തിൽ ഞാൻ നമ്മുടെ എന്നെ വിളിച്ച ആ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു, നമുക്കൊരു ഒരു മുടി കയറും കൂടെ വാങ്ങാമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എന്തിനാ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, സിമ്പിളായിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഇവർ വന്നിരിക്കുന്നത് ഒരുപാട് സ്ഥലങ്ങളിൽ ഇവർ പോയി പൈസ മുടക്കി ചെയ്തിട്ട് വന്ന കേസാണ്. അപ്പം അങ്ങനെ പല സ്ഥലത്തും തോറ്റു വന്നിരിക്കുന്ന ഒരു കേസായതുകൊണ്ടാണ്. ഇപ്പം എന്നെ ബാധിക്കുന്ന കാര്യമല്ല, എന്നെ ഏൽപ്പിച്ച കാര്യവുമല്ല. ഞാൻ അവിടെ ഒരു പരികർമ്മി എന്നുള്ള രീതിയിലേ പോയിട്ടുള്ളൂ. എങ്കിലും എനിക്കൊരു സംശയം തോന്നിയതിൻ്റെ രീതിയിൽ ഞാൻ പറഞ്ഞു, നമുക്കൊരു കയറും കൂടെ വാങ്ങിക്കൊണ്ട് പോകാമെന്ന് പറഞ്ഞു. അതിൻ്റെ ഒന്നും ആവശ്യമില്ലയെന്ന് പറഞ്ഞെങ്കിലും ഞാനൊരു കയറ് എക്സ്ട്രാ വാങ്ങി ഞാൻ സെപ്പറേറ്റ് കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് നമുക്കൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അവിടെ അടുത്ത് വേറെ കടകളൊന്നുമില്ല. ഒരുപാട് രാത്രിയാകും കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും. അപ്പം അങ്ങനെ അവിടെ ചെന്നു. ഞങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അവിടെ ചെന്ന് ഞങ്ങൾ ദേവതയെ കുളിപ്പിച്ചു, പട്ടുടുപ്പിച്ചു, മാല ചാർത്തി,
ചന്ദനം ചാർത്തി നമ്മൾ വിളക്കെല്ലാം കത്തിച്ചു. സന്ധ്യയോടുകൂടി വിളക്കെല്ലാം കത്തിച്ചു. ദീപാരാധന കഴിയുന്ന സമയത്താണ് ഞങ്ങൾ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. ദീപാരാധനയൊക്കെ കഴിഞ്ഞു, ക്ഷേത്രത്തിൽ ദീപാരാധനയൊക്കെ കഴിഞ്ഞു. അപ്പോൾ പുറത്താണ് മറ്റൊരു സേവാസ്ഥാനമാണ് മലയാറ്റി എന്ന് പറയും. മലയാറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഒരു മുത്തിത്തള്ളയാണ്, അങ്ങനെ ഒരു സേവാമൂർത്തിയാണ്, ഒരു വയറ്റാട്ടി തള്ളയാണ്. അപ്പം ഈ മൂർത്തിയുടെ മുന്നിൽ വെച്ചാണ് നമ്മളിത് പിടിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ കാര്യങ്ങളെല്ലാം ചെയ്തു, പൂജകളെല്ലാം വെച്ചു, വിളക്കെല്ലാം കത്തിച്ചു. ഈ കുട്ടിയെ കൊണ്ട് മുന്നിൽ നിർത്തി നമ്മുടെ ഈ ജ്യേഷ്ഠന് തുല്യമായ ഈ അദ്ദേഹം സേവ വിളിക്കാൻ തുടങ്ങി. സേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാറ്റ് വിളി എന്ന് പറയും, മന്ത്രവാദ ചാറ്റ് വിളിക്കാൻ തുടങ്ങി. ചാറ്റ് വിളിക്കാൻ തുടങ്ങി. വിളി അങ്ങ് മൂത്ത് വന്നപ്പോഴേക്കും ഈ കുട്ടി തെറി പറയാൻ തുടങ്ങി, ചീത്ത വിളിക്കാൻ തുടങ്ങി. ഇദ്ദേഹത്തിന് ചീത്ത വിളിക്കാൻ തുടങ്ങി, കളിയാക്കാൻ തുടങ്ങി, കൊഞ്ഞനം കുത്താൻ തുടങ്ങി. അങ്ങനെ കുറേ നേരം അങ്ങനെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഈ കുട്ടി ആടാൻ തുടങ്ങി. ബാധ ആടുന്ന പോലെ വല്ലാണ്ട് കിടന്ന് ആടാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം വിളിക്കാവുന്നിടം എല്ലാം വിളിക്കുന്നുണ്ട് മാക്സിമം. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ കുട്ടി കാർപ്പിച്ച് തുപ്പുകയൊക്കെ ചെയ്തു. അപ്പം അങ്ങനെ പിന്നെയും ഇദ്ദേഹം വിളിക്കുന്നത്. അപ്പം ഞാൻ ആ സമയങ്ങളിലെല്ലാം ഞാൻ ഈ പൂജ വെച്ചതിൻ്റെ അവിടെ ഞാൻ വെറുതെ ഇരിക്കുകയാണ്. കാരണം നമ്മളൊരു പരികർമ്മയായതുകൊണ്ട് നമ്മളിതിനെ കാണേണ്ട കാര്യമല്ല, നമ്മളതിനെ ഗവനിക്കേണ്ട കാര്യമോ ഇല്ല. കാരണം എന്നെ കഴിഞ്ഞും പഠിപ്പുള്ള ആളാണ് ഇദ്ദേഹം. അപ്പം പിന്നെ നമ്മളതിനെ മൈൻഡ് ചെയ്യേണ്ടേ കാര്യമില്ല. ഞാനവിടെ വെറുതെ ഒരു ആളെ പോലെ അവിടെ ഇരിക്കുകയാണ്. പക്ഷേ വിളി അങ്ങ് മൂത്തു. സമയവും ഒരുപാട് കടന്നു. ഏതാണ്ടൊരു രാത്രി 12 മണി 1 മണിയോടെയൊക്കെ ആയി. ആ സമയത്ത് ആയിട്ടും ബാധ ഇതിനെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ഈ ബാധ നിന്നാടുകയാണ്. ബാധ ബന്ധിക്കാൻ കഴിയുന്നില്ല. ബന്ധിക്കാൻ കഴിയാതെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇദ്ദേഹം എന്നോട് ചോദിച്ചു, എന്നെ വിളിച്ച് മാറ്റി നിർത്തി, മറ്റവരാരും കൂടെയുള്ളവരാരും കേൾക്കാതെ എന്നെ വിളിച്ച് മാറ്റി നിർത്തി ചോദിച്ചു, എന്താ മോനെ ചെയ്യുന്നത്? ആകപ്പാടെ പ്രശ്നമാണല്ലോ, ബാധ പൂട്ട് വീഴുന്നില്ലല്ലോ, അതല്ലെങ്കിൽ ബന്ധനത്തിൽ ആകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതാണോ പ്രശ്നം? ഞാനോർത്ത് ഞാൻ അദ്ദേഹത്തെ ചേട്ടായിന്നാണ് വിളിക്കുന്നത്. ചേട്ടായി ഇത് ചെയ്തോളുമായിരിക്കും ഓർത്തോണ്ട് ഞാൻ എന്ന്. അതാണോ പ്രശ്നം? നമുക്ക് കിട്ടിയേക്കാന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചെയ്യട്ടേന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനൊരു കുറ്റം പോലെ, നമുക്ക് അത്രയ്ക്കും വലിയ പഠിപ്പുണ്ടോ അല്ലെങ്കിൽ അത്രയ്ക്കും വലിയ അറിവുണ്ടോ എന്നുള്ള രീതിയിൽ. എനിക്ക് പാരമ്പര്യമാണ് കൂടുതൽ, പഠിത്തത്തിനെ കഴിഞ്ഞും കൂടുതൽ എനിക്ക് പാരമ്പര്യമാണ്. അപ്പം അങ്ങനെ ഒരു പാരമ്പര്യത്തിൻ്റെ ഇതിൽ ഞാൻ ചെയ്യട്ടേന്ന് ചോദിച്ചു. ഉടനെ അദ്ദേഹം എന്നെ അടിമുടി ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ എന്നോട് ചോദിച്ചു. ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഈ കരുതി വെച്ചിരുന്ന കയറെടുത്ത് ഈ കുട്ടിയുടെ നീളത്തിൽ മുറിച്ചു കെട്ടി മന്ത്രമൊക്കെ ജപിച്ചാൽ പ്രത്യേക കെട്ടൊക്കെ ഉണ്ട്, അതിന് ബാധയെ ബന്ധിക്കുന്നൊരു കെട്ടൊക്കെ ഉണ്ട്. ആ രീതിയിൽ ഞാൻ ഈ ബാധയെ ബന്ധിക്കാൻ വേണ്ടി കയറെടുത്തു, കെട്ടെന്ന് പറഞ്ഞാൽ മുറുക്കി കെട്ടൂല, ലൂസാക്കി ഇങ്ങനെ കെട്ടി കെട്ടിനകത്തൂടെ മന്ത്രം ഊതി വിട്ടിട്ടാണ് നമ്മൾ ആ കെട്ട് വലിച്ചു മുറുക്കുമ്പോഴാണ് നമ്മൾ ബാധ ബന്ധനത്തിലാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഈ കുട്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആ കുട്ടിയുടെ തലയുടെ ഭാഗത്തേക്ക് ഒരു കയറിൻ്റെ ഒരറ്റം കൊടുത്തു, കാൽഭാഗത്തേക്ക് ഞാനും പിടിച്ചു. കയറ് വലിച്ചു മുറുക്കി. ഫുള്ളായിട്ട് മുറുകിയില്ല, മുറുകുന്നതിന് മുമ്പ് തന്നെ ഈ കുട്ടി വീണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴ വെട്ടിയിട്ട പോലെ അങ്ങ് വീണു. അപ്പോഴേക്കും ഈ കുട്ടി ഏതാണ്ട് 8-8:30 തൊട്ട് കിടന്ന് ആടാൻ തുടങ്ങിയിട്ട് വേർത്ത് കുളിച്ച് നാശമായിട്ടാണ് നിൽക്കുന്നത്. എന്നിട്ടും ബാധ അടക്കമില്ലെന്നുള്ളതാണ്. അതുപോലെ അന്നേരം നിന്ന് ആടിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് വീണിങ്ങനെ ചുരുണ്ടുകൂടിയാണ് വീണ് കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് അവർ കൂട്ടത്തിൽ വന്നവരൊക്കെ ഓടി വന്നു. സ്ത്രീകളൊക്കെ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. അവരോട് പറഞ്ഞ് പിടിച്ച് നേരെ കിടത്താൻ പറഞ്ഞു. നേരെ കിടത്തി കയറ് ബാക്കിയും കൂടെ വലിച്ചു മുറുക്കി ബാധ ബന്ധനത്തിലായി. ഞാൻ എന്നിട്ട് ഈ കയറ് എടുത്ത് കെട്ടി ഞാൻ നമ്മുടെ ദേവതയുടെ ഈ മലയാറ്റി എന്ന് പറയുന്ന നമ്മുടെ മുത്തിത്തള്ളയുടെ മുന്നിലേക്ക് ഇട്ടു. ഞാൻ പറയുന്ന കാലത്ത് ഈ ബാധ കഴിയാവുള്ളൂ പറഞ്ഞു ഞാൻ അതിൻ്റെ മുന്നിലേക്ക് ഇട്ടു. അങ്ങനെ ആ ബാധയെ ഞാനാണ് അവിടെ ബന്ധിച്ചത്. എൻ്റെ വന്ന കാര്യമല്ല, എന്നെ ഒരാൾ ഒരു സഹായത്തിന് വേണ്ടി വിളിച്ചതാണ്. പക്ഷേ എൻ്റെ വിധിയിലാണ് അവിടെ ബന്ധനമുണ്ടായത്. ആ ബാധയെ ഞാൻ അങ്ങനെയാണ് ബന്ധിച്ചത്. എന്നിട്ട് ആ ബാധയെ ബന്ധിച്ചിട്ട് അവർ കുഴപ്പമില്ല, അവർ അത് കഴിഞ്ഞ് നോർമലായിട്ട് ഈ കുട്ടി എഴുന്നേറ്റു, ആട്ടവും പാട്ടവും ഒക്കെ തീർന്നു, നോർമലായിട്ട് എഴുന്നേറ്റു, കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അവർ പോയി. ഞാൻ ഈ ജ്യേഷ്ഠ സഹോദരനെ നമ്മൾ വൈക്കത്ത് കൊണ്ട് വിട്ടിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകും. എൻ്റെ വീട്ടിലേക്ക് ഏറ്റുമാനൂരേക്ക് ഞാൻ പോകുമ്പം വെളുപ്പിന് 3 മണി കഴിയും. 3 മണി കഴിയുന്ന സമയത്താണ് ഞാൻ പോകുന്നത്. ആ സമയത്ത് ഞാൻ ബൈക്കിലാണ് പോകുന്നത്. ഞാൻ ബൈക്കിൽ പോകുന്ന വഴിക്ക് എൻ്റെ ബൈക്ക് ആക്സിഡൻ്റായി. വണ്ടി ഇടിക്കുന്ന ഒരു വലിയൊരു കരിങ്കൽ കെട്ടിട്ടാണ് ഇടിക്കുന്നത്. കരിങ്കൽ കെട്ടിൽ ചെന്ന് വണ്ടി ഇടിച്ചിട്ട്
എൻ്റെ തല പോയി കരിങ്കൽ കെട്ടിൽ ഇടിച്ചിട്ട് ബ്ലഡ് കുളിച്ച് നിൽക്കുകയെന്ന് പറഞ്ഞാൽ എന്നിട്ട് ഈ വണ്ടി എൻ്റെ ബൈക്ക് വന്ന് എൻ്റെ കാലിലേക്ക് വീണിട്ട് ആ കാലിൻ്റെ മേളിലാണ് ബൈക്ക്. എനിക്ക് ഞാനിങ്ങനെ ചെരിഞ്ഞ് കിടക്കുക, ഒരു കൈ കുത്തി ഇങ്ങനെ ചെരിഞ്ഞ് കിടക്കണം, എൻ്റെ കാലിൻ്റെ മേളിലാണ് ബൈക്ക് കിടക്കുന്നത്. എനിക്കൊരു കാരണവശാലും ഈ ബൈക്ക് പൊക്കത്തില്ല. ആ സമയത്ത് ആരെ വിളിക്കാൻ, ആ വഴിക്ക് ഒരു വണ്ടി പോലും വരുന്നില്ല. ഒരു ഗുഡ്സ് വഴിയാണ്, ബൈക്ക് മെയിൻ റോഡിലല്ല, ഒരു ഗുഡ്സ് വഴിയിൽ കൂടെയാണ് ഞാൻ പോയത്. എളുപ്പ വഴിക്ക് വേണ്ടി കുറുക്ക് വഴി കൂടെയാണ് പോയത്. ആ വഴിക്ക് ഒരൊറ്റ വണ്ടിയും വരുന്നില്ല. ഞാൻ ആകെപ്പാടെ പെട്ട് കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ വണ്ടി ഒന്ന് പൊക്കാനും പറ്റുന്നില്ല. ലാസ്റ്റ് ഒരു വിധത്തിൽ എൻ്റെ സഹനശക്തി ഉപയോഗിച്ച് ഞാൻ എൻ്റെ പിതാക്കന്മാരെയൊക്കെ വിളിച്ച്, എൻ്റെ സേവകാമൂർത്തികളെയൊക്കെ വിളിച്ച് ഞാൻ പൊക്കി. കാരണം ഒരു കൈ ഇങ്ങനെ കുത്തി കിടക്കുകയാണ്. ഈ കൈ ഇങ്ങനെ കുത്തിയിരിക്കുന്നതുകൊണ്ട് എനിക്കിങ്ങനെ ചാഞ്ഞ് കിടക്കാം. ഈ കൈയുടെ കുത്തു വിട്ട് കഴിഞ്ഞാൽ ഞാൻ കിടന്നു പോകും. ആ രീതിയിലാണ്. അപ്പോൾ ഈ കൈ എനിക്ക് ഊരത്തില്ല. പിന്നെ പോയിട്ട് ഈ ഒരു കൈയേ ഉള്ളൂ. ആ ഒരു കൈ കൊണ്ട് തന്നെ ഞാൻ ഈ ബൈക്ക് ഞാൻ നോർത്തു, കാല് വലിച്ച് ഊരിയെടുത്തു. ഒരു വിധത്തിൽ ഊരിയെടുത്തിട്ട് എനിക്ക് വീട്ടിൽ പോകാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വഴിയറിയില്ല. അതുവരെ വണ്ടി ഓടിച്ച് വന്ന് എനിക്ക് എങ്ങോട്ട് പോകണമെന്നറിയില്ല. ഞാൻ വണ്ടിക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല. വണ്ടി എടുത്ത് ഞാൻ അങ്ങോട്ട് കുറച്ചു. അപ്പം അവിടുന്ന് എവിടെയെങ്കിലും ഒരു വീട്ടിൽ കയറി എനിക്ക് പറയണമെന്നോ ചോദിക്കണമെന്നോ ഉണ്ട്. പക്ഷെ ആ സമയത്ത് നമ്മളൊരു വീട്ടിൽ ചെന്ന് ബെല്ലടിച്ച് ആളിറങ്ങി വരുമ്പോൾ ഞാൻ ചോരയ്ക്കകത്ത് കുളിച്ച് നിൽക്കുക. തുടച്ച് കളയാൻ വേണ്ടി ഒരു തുണി പോലും കയ്യിലില്ല. അപ്പം അങ്ങനെ ചോര ഇങ്ങനെ തല പൊട്ടി, ഇങ്ങനെ ചന്ദ്രക്കല പോലെ ഇങ്ങനെ പൊട്ടി ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്ലഡ് മുഖം മുഴുവൻ ബ്ലഡാണ്. ആ രീതിയിലൊരു ആളുടെ അടുത്ത് നമ്മളൊരു വീട്ടിൽ ചെന്ന് വിളിച്ച് അവരെ ഇറങ്ങി വരുമ്പോൾ അവർ തന്നെ പേടിച്ച് ബോധം കെട്ട് പോകുന്ന ഒരു അവസ്ഥയിലാണ് എൻ്റെ ഒരു നിൽപ്പ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, എനിക്ക് അങ്ങോട്ട് ഓടിച്ചിട്ട് വഴി മനസ്സിലാകുന്നില്ല, ഇങ്ങോട്ട് ഓടിച്ചിട്ടും വഴി മനസ്സിലായി, തലയൊക്കെ എന്തോ മരച്ചു പോയ പോലെ ആയിപ്പോയി. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ ഒരു കെട്ടിടം കണ്ട് ഞാൻ എന്തായാലും പയ്യെ ഗേറ്റ് തള്ളി നോക്കിയപ്പോൾ ഗേറ്റ് തുറന്ന് കിടക്കുകയാണ്. ഞാനത് വണ്ടി വഴി വെച്ചിട്ട് ഞാൻ ആ ഗേറ്റ് തുറന്ന് അവിടെ കയറി, ആ തിണ്ണയിൽ കയറി കിടന്നു. അതെന്താണ് ബിൽഡിംഗ് എന്നൊന്നും എനിക്ക് അന്നേരം എനിക്കറിയില്ലായിരുന്നു. പിറ്റേ ദിവസം സമയം 9 മണി കഴിഞ്ഞു. 9 മണി കഴിഞ്ഞിട്ടും അപ്പം ആ ബിൽഡിങ്ങിൻ്റെ തൊട്ട് നേരെ ഓപ്പോസിറ്റിൽ ഒരു കടയുണ്ട്. ആ കടക്കാരൻ ഒരു ബൈക്ക് രാവിലെ തൊട്ട് ഇവിടെ ഇരിക്കുന്നല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഈ ബൈക്ക് ആരുടെയാ എന്നുള്ള രീതിയിൽ ബൈക്കിൻ്റെ അടുത്ത് വന്നു. അപ്പം ഞാൻ അതിനകത്ത് ഈ തിണ്ണയിൽ കിടക്കുന്നത് ഇയാൾക്ക് കാണത്തില്ല. കാരണം ഇയാൾക്ക് കാണത്തില്ലാത്തതിൻ്റെ കാരണം വെച്ചാൽ അവിടെ മതിൽക്കെട്ടുള്ളതുകൊണ്ട് മതിലിൻ്റെ അടുത്ത് വന്ന് നിന്നാലേ അകത്തോട്ട് നോക്കിയാൽ കാണത്തുള്ളൂ. അപ്പോൾ ഈ ബൈക്ക് ആരെയെന്ന് നോക്കാൻ വേണ്ടി ഇദ്ദേഹം അവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ബൈക്ക് കണ്ടു. ബൈക്കിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴേക്കും അകത്തോട്ട് നോക്കിയപ്പോൾ എന്നെ കണ്ടു. ഞാനപ്പോൾ ഈ ചോരയ്ക്കകത്ത് തളം കെട്ടി ബോധമില്ലാതെ കിടക്കുകയാണ്. അങ്ങനെ ഇദ്ദേഹം പെട്ടെന്ന് ആൾക്കാരെയൊക്കെ വിളിച്ചു. നാട്ടുകാരൊക്കെ വന്നു. അവരൊരു വീഡിയോ ഒക്കെ എടുത്തു. ആള് കാറ്റ് പോയി കിടക്കുവാണെന്നാണ് ഓർത്തത് എല്ലാവരും. അപ്പം വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഞാൻ ചെറുതായിട്ടൊന്ന് ഞരങ്ങുന്ന പോലെ തോന്നി. അപ്പം എടാ ആൾ മരിച്ചിട്ടില്ല, ജീവനുണ്ടെന്നാണ് തോന്നുന്നത്, വിളിക്കാൻ പറഞ്ഞ് അങ്ങനെ വിളിച്ചെഴുന്നേൽപ്പിച്ച് എൻ്റെ മുഖവും തലയൊക്കെ ഒരു വെള്ളം കൊണ്ടൊന്ന് കഴുകി എല്ലാം വൃത്തിയാക്കി. അപ്പം അങ്ങനെ ഒരു വലിയൊരു അനുഭവം എനിക്കുണ്ട്. അത് ഞാൻ ബന്ധിക്കേണ്ട പാതയല്ല, അത് തന്നെയല്ല പലരും ബന്ധിച്ചിട്ടും ബന്ധനത്തിലാകാത്ത പാതയും, ഇതുപോലെ തന്നെ എന്നെ വിളിച്ച ആൾ ബന്ധിച്ചിട്ടും ബന്ധനത്തിലാകാതെ വന്ന ഒരവസ്ഥയിലാണ് ഞാനിത് കയറി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ പാതയെ ബന്ധിച്ചതിൻ്റെ പേരിൽ എനിക്ക് ഒരു വലിയൊരു ആക്സിഡൻറ്റ്, അതായത് എന്നെ കൊണ്ടുപോകേണ്ടതാണ്, അതായത് എൻ്റെ ഒരു എന്താ പറയുക, ഒരു ശകലം കൂടെ മുറിവുള്ളിലോട്ട് കടന്നാൽ എന്നിട്ടും 2 തുള്ളി ബ്ലഡ് തലച്ചോറിനുള്ളിലോട്ട് കടന്നു എന്നുള്ളതാണ്. അതുപോലെ ആയിപ്പോയി. അങ്ങനെ ഒരു 12 സ്റ്റിച്ച് ഉള്ളൊരു വലിയ മുറിവ് എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വലിയ സംഭവം എനിക്ക് ഈ ബാധയെ ബന്ധിച്ചതിൽ ഉണ്ടായിരുന്നു. അങ്ങനെ 100 അനുഭവങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ ഒരുപാട് വണ്ടി ഇടിച്ചിട്ടുണ്ട് എന്നെ. ആക്സിഡൻറ്റ് ഈ വണ്ടി ഇടിച്ച് തന്നെ ഒരുപാട് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതല്ലാതെ വേറെ അനുഭവങ്ങളൊക്കെ ഒരുപാട് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. ഇനിയും വരും വീഡിയോകളിൽ നമുക്ക് മനുഷ്യരും ബാധയും പ്രകൃതിയും ഈ പ്രപഞ്ചവും തമ്മിലോട്ട് ബന്ധങ്ങളെക്കുറിച്ച് ഇനിയും നമുക്ക് വരും വീഡിയോകളിൽ നിങ്ങളുമായിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.